ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായില്ലേ നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് പറയുന്നത്. സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, ഞാൻ പോയി പോവുക ഗോ ആണ്. അപ്പോൾ ഗോയിൻ്റെ V2 ഫോമാണ് നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടത്. ഏതായിരിക്കും? I went, ഞാൻ പോയി. ഇനി പറയാണ് ഞാൻ വാങ്ങി. ഇവിടെ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ വാങ്ങി എന്ന് പറയുമ്പം വാങ്ങുക ബൈ ആണല്ലേ. അപ്പം ബൈൻ്റെ V2 എന്താണ്? ബോട്ട് എന്നാണ്. അപ്പം I bought ഞാൻ വാങ്ങി. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചോദിച്ചു. ഒബ്ജക്റ്റ് നമുക്ക് പലതും നമുക്ക് ചേർക്കാം. ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞ് പഠിക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുക ആസ്ക് ആണ്. അതിൻ്റെ V2 എന്ന് പറയുന്നത് ആസ്ക്ഡ് എന്നാണ്. അപ്പം I asked ഞാൻ ചോദിച്ചു. ഇനി ഞാൻ പറഞ്ഞു. എങ്ങനെ പറയുക? ഞാനാണ് സബ്ജക്റ്റ്. പറയുക സേ പറയാം, ടെൽ പറയാം. അപ്പോൾ നമുക്കിവിടെ ടെൽ എന്നെടുക്കാം. I told അല്ലേ. ടെല്ലിൻ്റെ V2 told എന്നാണ്. അപ്പം I told ഞാൻ പറഞ്ഞു. ഇനി ഞാൻ എടുത്തു എന്തോ ഒരു സാധനം. അവിടെ നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് ഇപ്പോൾ പലതും കൊടുക്കാം. അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പം സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പം ഞാൻ എടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് I എടുക്കുക ടേക്ക് എന്നാണ്. അപ്പം അതിൻ്റെ V2 took എന്നാണ്. അപ്പം I took ഞാൻ എടുത്തു. ഞാൻ വന്നു അല്ലേ. ഞാൻ വന്നു വരിക കം ആണ്. കമ്മിൻ്റെ V2 എന്ന് പറയുന്നത് കെയിം എന്നാണ്. അപ്പം I came ഞാൻ വന്നു. ഞാൻ കൊണ്ടുവന്നു. എങ്ങനെ പറയാ? കൊണ്ടുവരിക ബ്രിങ് ആണ്. ബ്രിങ്ങിൻ്റെ V2 എന്ന് പറയുന്നത് ബ്രോട്ട് എന്നാണ്. അപ്പം ബൈയിൻ്റെയും ബ്രിങ്ങിൻ്റെയും V2 മാറിപ്പോകരുത് കേട്ടോ. ബൈൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടാണ്, ബ്രിങ്ങിൻ്റെത് ബ്രോട്ടാണ്. ഓക്കെ, അപ്പം I brought ഞാൻ കൊണ്ടുവന്നു. ഞാൻ മുറിച്ചു. അപ്പം എന്തെങ്കിലും ഒരു സാധനം മുറിച്ചു. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റഡ് ആകും. പക്ഷേ നമ്മളിവിടെ ഒബ്ജക്റ്റ് ആഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒബ്ജക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ സെൻറ്റൻസിൻ്റെ അവസാനം എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുറിക്കുക കട്ടാണ്. അപ്പോൾ ഈ കട്ടിൻ്റെ V1 V2 V3 എന്താണ്? കട്ട് തന്നെയാണ്. അപ്പോൾ എങ്ങനെ പറയാം? I cut ഞാൻ മുറിച്ചു അല്ലേ. ഞാൻ വെജിറ്റബിൾ മുറിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഞാൻ മുറിച്ചു എന്ന് പറയുമ്പം I cut. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചിന്തിക്കുക തിങ്ക് ആണ്. അപ്പോൾ തിങ്കിൻ്റെ V2 എന്താണ്? തോട്ട് എന്നാണ് അല്ലേ. അപ്പം I thought ഞാൻ ചിന്തിച്ചു. ഇനി ഞാൻ വെച്ചു എന്തോ ഒരു സാധനം ഞാൻ വെച്ചു എന്ന് പറയാറുണ്ട് അല്ലേ. ഈ വെക്കുക എന്നുള്ളതിൽ നമുക്ക് രണ്ടെണ്ണം യൂസ് ചെയ്യാനായിട്ട് പറ്റും. കീപ്പും പുട്ടും വെക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ആഭരണങ്ങൾ, ക്യാഷ്, ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് കീപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ പുട്ട് യൂസ് ചെയ്ത് എങ്ങനെ പറയാം നോക്കാം. ഞാൻ വെച്ചു. ഇപ്പോൾ ടേബിളിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ചു എന്ന് പറയുകയാണെങ്കിൽ നമുക്കവിടെ ആ ഗ്ലാസ് വെള്ളം ചുമ്മാ വെക്കുകയാണ്. അവിടെ നമുക്ക് പുട്ടാണ് യൂസ് ചെയ്യേണ്ടത്. I put. പുട്ടിൻ്റെ V1 V2 V3 എന്താണ്? പുട്ട് തന്നെയാണ്. സോ I put ഞാൻ വെച്ചു. ഇനി അത് കീപ്പ് യൂസ് ചെയ്താണ് നമുക്ക് പറയേണ്ടതെങ്കിൽ, ഇപ്പോൾ ക്യാഷ് സൂക്ഷിച്ച് വെക്കുകയാണ് എന്ന് പറയണമെങ്കിൽ നമുക്കവിടെ എന്ത് പറയാം? I കീപ്പിൻ്റെ V2 kept ആണ്. അപ്പം I kept ഞാൻ വെച്ചു. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇരുന്നു അല്ലേ. ഇരിക്കുക സിറ്റാണ്. സിറ്റിൻ്റെ V2 sat ആണ്. അപ്പം I sat ഞാൻ ഇരുന്നു. ഞാൻ കഴിച്ചു എന്ന് പറയണമെങ്കിലോ കഴിക്കുക ഈറ്റ് ആണ്. ഈറ്റിൻ്റെ V2 എന്താണ്? 8 എന്നാണ്. അപ്പോൾ I ate ഞാൻ കഴിച്ചു. ഇനി ഞാൻ വായിച്ചു
എന്ന് പറയാറുണ്ടല്ലോ. ഇതെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സിമ്പിൾ വീഡിയോ ആണ്, സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ ഇനിയും നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ ഒരുപാട് ഷോർട്സ് നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മുടങ്ങാതെ കാണുക. ഇതുപോലെയുള്ള സിമ്പിൾ സെൻറ്റൻസുകൾ പഠിച്ചിട്ട് നമുക്ക് വലിയ വലിയ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ വായിച്ചു എന്നുള്ള സെൻറ്റൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.